ഉണ്ണി ബാലകൃഷ്ണൻ, മെക്സവൻ ഒരു ആരോഗ്യ സംരക്ഷണ കൂട്ടായ്മയാണ്, കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായതായി ചിലർ ആരോപിക്കുന്നു. അപ്പോൾ ഇതിൽ ആരാണ് സൂക്ഷിക്കേണ്ടത്? മെക്സവൻ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മെക്സവൻ സൂക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മെക്സവനെ സൂക്ഷിക്കണം എന്നല്ല, അത് വളരെ പ്രധാനമാണ്. മെക്സവൻ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഇസ്ലാം മത വിശ്വാസിയായ ഒരാളാണല്ലോ ഈ വ്യായാമ കൂട്ടായ്മ ആരംഭിച്ചിരിക്കുന്നത്. ഏത് മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കും ഇത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതിനകത്ത് എന്താണ് തടസ്സം? ഒരു തടസ്സവുമില്ല. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് കത്തോലിക്ക മതവിശ്വാസിയായിട്ടുള്ളൊരു ജോസഫ് ഒരു ജിം ആരംഭിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ആരെങ്കിലും പറയുമോ കത്തോലിക്ക സഭയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജിം ഉണ്ടാക്കിയത് എന്ന്? അപ്പോൾ അത്തരത്തിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒക്കെ ഏർപ്പെടുന്നതിന് ഒരു തടസ്സവുമില്ലാത്തൊരു രാജ്യമാണ് നമ്മുടേത്. എന്നാൽ ഇപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ 2012 ഈ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മ ഉണ്ടാകുന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ അതിന് ഏതാണ്ട് ഒരു 1000-ഓളം യൂണിറ്റുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 തരത്തിലുള്ള വ്യായാമ മുറകൾ ഉൾപ്പെടുത്തിയ ഏതാണ്ട് 21 മിനിറ്റുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന മെക്സവൻ്റെ വ്യായാമ മുറ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പ്രശ്നമുണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു വിഭാഗം മെക്സവൻ്റെ പ്രവർത്തനങ്ങളിൽ ചില ആശങ്കകൾ ആദ്യം രേഖപ്പെടുത്തുന്നു. അതിന് തൊട്ട് പിന്നാലെ തളിപ്പറമ്പ് ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CPM-ന്റെ P. മോഹനൻ ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗമാണല്ലോ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ പറയുന്ന നിരോധിത സംഘടനയായിട്ടുള്ള PFI-യിലെ ചില വ്യക്തികൾ മെക്സവനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിൻ ആയിരിക്കുന്നു. ചില തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ, മതമൗലികവാദ പ്രവർത്തനങ്ങൾ ആ സംഘടനയിൽ രൂപപ്പെട്ടു വരുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് P. മോഹനൻ നടത്തിയിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം ഒരു ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അതിനകത്തൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, തുടക്കത്തിൽ അതൊരു വ്യായാമ കൂട്ടായ്മയായിരുന്നു. സമീപകാലത്ത് ജമാഅത്തെ ഇസ്ലാമി, സംഘപരിവാർ, SDPI പോലുള്ള തീവ്രവാദ വിഭാഗങ്ങൾ ഇത്തരം പൊതു ഇടങ്ങളിൽ നുഴഞ്ഞു കയറുന്നു. അപൂർവം ചിലയിടങ്ങളിൽ ഇത്തരം നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടു. അതിനെതിരായ പൊതുജാഗ്രത ഉണ്ടാകണമെന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ സമൂഹത്തിന് നൽകുന്നത്. വളരെ കൃത്യമായ നിലപാടാണ് കേട്ടോ ഇത്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അപൂർവം ചിലയിടങ്ങളിൽ ഇത്തരം നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ്. അതായത് മെക്സവനിലെ മൊത്തം പരിപാടി ഇതാണ് എന്ന് P. മോഹൻ പറഞ്ഞിട്ടില്ല. CPM-ന് ഒരു അഭിപ്രായമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുമില്ല. അപൂർവം ചിലയിടങ്ങളിൽ ഇത്തരം ചില നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെതിരായ പൊതുജാഗ്രത ഉണ്ടാകണമെന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ സമൂഹത്തിന് നൽകിയത് എന്നുള്ളതാണ്. മതമൗലികവാദ ശക്തികൾ എവിടെയെങ്കിലും നുഴഞ്ഞു കയറുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും സംഘടനകളെ അവർ മതമൗലികവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, അതേ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ, CPM പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത് ജനങ്ങളോട് തുറന്നു പറയേണ്ടി വരും. അത്തരത്തിലൊരു തുറന്നു പറച്ചിൽ മാത്രമാണ് P. മോഹൻ ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ CPM എന്നല്ല, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും അത് പൊതുജന സമക്ഷം അവതരിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. എങ്കിൽ മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ കഴിയൂ, വേണ്ട തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഏറ്റെടുക്കാനും കഴിയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ പ്രശ്നമുണ്ടാകാൻ കാരണം എന്താണ്? നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. ആ ശക്തിയാർജിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഒരു പ്രതിരോധം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിടയിലുള്ള എല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് നമുക്ക് ഒന്നിക്കാമെന്ന് മുസ്ലിം വിഭാഗം കരുതുന്നു. അങ്ങനെ മുസ്ലിം വിഭാഗം കരുതുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. മുസ്ലിം വിഭാഗത്തിനകത്ത് വിവിധ വിഭാഗങ്ങളുണ്ട്, വിവിധ തരത്തിലുള്ള ആശയങ്ങളെ പിന്തുടരുന്നവരുണ്ട്. ആ ആശയങ്ങളുടെ വേർതിരിവുകൾ വളരെ ശക്തവുമാണ് ആ വിഭാഗങ്ങൾക്കിടയിൽ. എന്നാൽ ആ വേർതിരിവുകൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ ശക്തി പ്രാപിച്ചു വരുന്ന സംഘപരിവാറിനെതിരെ യോജിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട്, ഒറ്റക്കെട്ടായി കളയാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒന്നിച്ചു വരുമ്പോൾ സത്യത്തിൽ അത് വളരെ പ്രോഗ്രസീവാണെന്ന് ആദ്യം തോന്നും. കാരണം ഏത് തരത്തിലുള്ള മതവിഭാഗീയതയ്ക്കുമെതിരായ ഒരു ചെറുത്തുനിൽപ്പ് ന്യൂനപക്ഷങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ, ആ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് അവരെല്ലാം ഒന്നിക്കണമെന്ന് പറയുന്ന ആശയം വളരെ നല്ലതാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനെതിരെ ഉള്ളിൽ തന്നെ മതരാഷ്ട്രവാദികളുണ്ട്, മതമൗലികവാദികളുണ്ട്, ശുദ്ധമതവാദികളുണ്ട്. ഈ വിഭാഗങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന സംഘപരിവാറിനെതിരായിട്ട്, ഹിന്ദുത്വവാദികൾക്കെതിരായിട്ട് നമുക്ക് ഒന്നിച്ചു കളയാമെന്ന് പറയുമ്പോൾ അവരുടെ ആശയങ്ങൾ മതേതരവാദികളായ മുസ്ലിം സമുദായത്തിനിടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുസ്ലിം സമുദായം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന. നമ്മൾ ഈ പറയുന്ന ഈ സമസ്തയിലൊക്കെയുള്ള ഭിന്നിപ്പിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത്, ഈ തദ്ദേശീയ മുസ്ലിങ്ങൾ എന്നൊരു വിഭാഗമുണ്ട്. എന്താണ് തദ്ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്? മുസ്ലിം മതം ഉണ്ടായതിനു ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ മുസ്ലിം മതം വ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലെയും സംസ്കാരങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ മതം വളർന്നിട്ടുള്ളത്, വ്യാപിച്ചിട്ടുള്ളത്. അത്തരം സംസ്കാരങ്ങൾ മുസ്ലിം
മുസ്ലിം സമുദായം അതിൻ്റെ ആശയങ്ങളിലേക്ക് സ്വാംശീകരിക്കുന്നത് ആ മതത്തിൻ്റെ ശുദ്ധതയില്ലായ്മ ചെയ്ത് കളയുമെന്നും അത് ഒരു കലർപ്പാണ് എന്നും അശുദ്ധമാണ് എന്നും വാദിക്കുന്നൊരു വിഭാഗം മുസ്ലിം സമുദായത്തിനകത്തുണ്ട്. അപ്പോൾ ആ വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ ഇത്തരത്തിലുള്ള കലർപ്പുകളൊന്നുമില്ലാത്ത ശുദ്ധമായൊരു ഇസ്ലാം മതത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും മറുവിഭാഗം തദ്ദേശീയമായ സംസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റു മതങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇൻക്ലൂസീവായി തന്നെയാണ് നിൽക്കേണ്ടത് എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഈ ആശയപരമായ സംഘർഷം മുസ്ലിം സമുദായത്തിനിടയിൽ ദീർഘകാലമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പല വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞിട്ടുള്ളത്. ഇതിനിടയിൽ മൗലികവാദവുമുണ്ട്, കൂടാതെ മതരാഷ്ട്രവാദവുമുണ്ട്. ഈ മൗലിദിസം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ജമായത്തൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മതരാഷ്ട്രവാദമാണ്. അപ്പോൾ ആ മതരാഷ്ട്രവാദത്തെ എതിർക്കുന്ന വിഭാഗങ്ങൾ തന്നെ വളരെ ശക്തമാണ് മുസ്ലിം സമുദായത്തിനകത്തുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പം ഹക്കീം ഫൈസി അദ്രിശ്ശേരി പറയുന്ന അവസാനത്തെ വാക്ക് ശ്രദ്ധിച്ചോ? ഇവിടെ ഇപ്പം സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു, സമസ്ത അശുദ്ധമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അശുദ്ധമായിരിക്കുന്നു, ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു എന്നുള്ള വാക്കുകൾ നമ്മൾ ലളിതമായിട്ട് കാണണ്ട. കാരണം വെച്ചാൽ ഈ വാക്കുകളിലൂടെ ഒരാശയത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ വന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുന്നി വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ ഈ തദ്ദേശീയ സംസ്കാരത്തോടുകൂടി ഒന്നിച്ചു നിന്ന് പോകണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ആ വിഭാഗത്തോട് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന സംസ്കാരത്തെ, ഈ ഇസ്ലാം സംസ്കാരത്തെ കലർപ്പുള്ളതാക്കി മാറ്റിയിരിക്കുന്നു, നമുക്കതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ശുദ്ധ ഇസ്ലാമിനെ സ്ഥാപിക്കണം എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് തന്നെയാണ് ജമായത്ത് പറയുന്നത്, ഇത് തന്നെയാണ് ഒരർത്ഥത്തിൽ മുജാഹിദുകളും പറയുന്നത്. ആ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ ഇതുവരെ നിലപാടെടുത്തിട്ടുള്ളത്. അവർക്കിടയിലേക്ക് സംഘപരിവാറിൻ്റെ ഭീഷണി, ഹിന്ദുത്വയുടെ ഭീഷണി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ആ കൂട്ടായ്മയിലേക്ക് വളരെ സൂക്ഷ്മതയോടുകൂടി പറയുന്ന മതമൗലികവാദവും മതരാഷ്ട്രവാദവും കുത്തിത്തിരുകാൻ ചിലർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് CPM-ൻ്റെ ഔദ്യോഗിക പൊസിഷനാണ് കേട്ടോ. അതുകൊണ്ടാണ് CPM ലീഗിനോട് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. CPM എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ജമാഅത്തുകൾ നുഴഞ്ഞു കയറി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ആശയങ്ങളെ അവർ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പരിപാടികളെ അവർ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ഉള്ള മതമൗലികവാദികളുമായി കൈകോർക്കണോ എന്ന് ലീഗ് പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ആലോചിക്കണമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് CPM പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പി മോഹനൻ പറയുന്നു അത് തന്നെയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ഹിന്ദുത്വവാദികൾക്കെതിരായിട്ട് യോജിച്ച് നിൽക്കാമെന്ന് പറയുമ്പോൾ ആ യോജിപ്പിൻ്റെ ആശയത്തിനുള്ളിലേക്ക് ഒരു മതത്തിൻ്റെ വിദ്വേഷവും ഒരു മതമൗലികവാദവും ഒരു മതരാഷ്ട്രവാദവും കടത്തിവിടാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ വളരെ ലളിതമായിട്ട് കാണണ്ട. നേരത്തെ ഈ ജമാഅത്തിന് SDP പിന്നെ സോളിഡാരിറ്റി എന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. സോളിഡാരിറ്റി എന്ന് പറയുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ്. സോളിഡാരിറ്റി എന്താ ചെയ്യുക? സോളിഡാരിറ്റി കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുക്കും. പ്ലാച്ചിമട ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങൾ അവർ നടത്തിയിട്ടില്ലേ? കൂടംകുളവുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങൾ നടത്തിയിട്ടില്ല? ഇങ്ങനെ എന്തെല്ലാം സമരങ്ങളാണ് കേരളത്തിനെതിരായിട്ട്, പിന്നെ എക്സ്പ്രസ് ഹൈവേക്കെതിരായിട്ട് ഒക്കെ ഉള്ള സമരങ്ങൾ ഏറ്റെടുത്തിട്ടില്ലേ? ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? പരിസ്ഥിതിക്ക് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സാമൂഹ്യ സുരക്ഷിതത്വത്തിന് വേണ്ടി, സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ നിലപാടെടുക്കുന്നവരാണ് എന്ന നിലയ്ക്ക് അവരെ പോസ് ചെയ്യാറുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി അവർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമാണ്. അത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ സംഭവിക്കുന്ന നുഴഞ്ഞുകയറ്റങ്ങളെ ചെറുക്കാനും അതിനെ സംബന്ധിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുവാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് മാക്സവൻ ഒരു അപകടകാരിയായ സംഘടനയായിട്ട് ഞാൻ കാണുന്നതേയില്ല. ഇപ്പോൾ ഈ സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം ഒരു സൈനികനായിരുന്നു. അദ്ദേഹം വന്നിട്ടൊരു വ്യായാമമുറ കണ്ടുപിടിക്കുന്നു, ആ വ്യായാമമുറ മറ്റു മനുഷ്യർക്ക് പകർന്നു കൊടുക്കുന്നു, അങ്ങനെ കൂട്ടായ്മകൾ ഉണ്ടാകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് DYFIയുടെ പ്രവർത്തകരടക്കം, CPM-ൻ്റെ പ്രവർത്തകരടക്കം, കോൺഗ്രസിൻ്റെ പ്രവർത്തകരടക്കം, വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയും ഈ മക്സവൻ്റെ ഈ പറയുന്ന വ്യായാമ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ ഈ പറയുന്ന വ്യായാമവുമായി ബന്ധപ്പെട്ട ആശയത്തിലാണ് അവിടെ യോജിച്ചിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന ഈ എന്താ പറയുക, മുസ്ലിങ്ങളുടെ വിവിധ വിഭാഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ആ വിഭാഗങ്ങൾക്കുള്ളിൽ നമ്മൾ യോജിക്കേണ്ടവരാണ്. പുറത്തുനിന്നൊരു വലിയ ഹിന്ദുത്വ ശക്തി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം നമ്മളുടെ ഈ പറയുന്ന പിന്നെ എന്താ ആശയപരമായ ഭിന്നിപ്പുകളെല്ലാം മാറ്റിവെക്കാം എന്നൊരാശയം പറഞ്ഞുകൊണ്ട് യോജിപ്പിക്കുകയും പിന്നീട് അവരിലേക്ക് ഈ പറയുന്ന മതമൗലികവാദം കുത്തിത്തിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നൊരു ആശങ്കയാണ് രൂപപ്പെടുന്നത്. ആ ആശങ്ക ചെറിയൊരു കാര്യമല്ല. ആശങ്ക നമ്മൾ ഈ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കുന്നത്. ഏതുതരം വർഗീയതയും എതിർക്കുന്നത് ഒരു മതേതര സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്, ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഒരു തരത്തിലുള്ള വർഗീയതയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, ഒരു തരത്തിലുള്ള വർഗീയതയും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഭൂരിപക്ഷ മതത്തിൻ്റെ ആയാലും അത് ന്യൂനപക്ഷ മതത്തിൻ്റെതായാലും. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾ വേറെ രൂപത്തിൽ കടന്നു കയറി മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ആ ശ്രമത്തെ തടയിടേണ്ടതുണ്ട്. ആ ശ്രമത്തെ തടയിടാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം CPM-ൻ്റെ നേതാവായിട്ടുള്ള പി മോഹൻ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ചെറിയൊരു അഭിപ്രായമല്ല, ചെറിയൊരു സൂചനയല്ല. എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഏതാനും ചില ആളുകൾ ഇക്കാര്യത്തിൽ നുഴഞ്ഞു കയറി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അക്കാര്യത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിലപാട് ശരി തന്നെയാണ് CPM എടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ പക്ഷം. എന്ന് മാത്രമല്ല, മെക്സവൻ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കണം. അത്തരത്തിലുള്ള ഫ്രിഞ്ച് എലമെൻറ്റ്സ് കടന്നു വരാൻ അനുവദിക്കരുത്. അവർക്ക് അവരുടെ പിന്നെ എന്താ ആശയങ്ങൾ സുഖകരമായി പടർത്തിക്കൊണ്ട് മതമൗലികവാദത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്നൊരു സാഹചര്യം ഒരുക്കി
പാർട്ടിക്ക് കൊടുക്കരുത്. അതിനുള്ള ജാഗ്രത MEC7 പുലർത്തണം. അതുകൊണ്ട് MEC7 ആണ് ഈ കാര്യത്തിൽ സൂക്ഷിക്കേണ്ടത് എന്നാണ് എൻ്റെ നിലപാട്. CPM-ന്റെ വിമർശനം ശരിയാണെന്നും എൻ്റെ നിലപാട്. ശരി. Meet the editors.